ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 3ാമത്തെ പാഠമാണ്. നല്ല നാടിനായി നല്ല നാളേക്കായി എന്നാണ് കേട്ടോ ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വലിയറ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ ശുചിത്വ മത്സരമാണ്. ഇത്തവണ 1ാം സ്ഥാനം നേടണം. റൈഹാനും റിയയും അച്ഛനും അമ്മയ്ക്കുമൊപ്പം വീട് വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യത്തെ പേജിൽ കണ്ട കുട്ടിയാണ് റിയ. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് റൈഹാൻ. ഓക്കെ, അപ്പൊ അവരവരുടെ വീട് വൃത്തിയാക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. റൈഹാനും റിയയും ഇപ്പോഴെത്തും, ഞാൻ റെഡി. ആരാ പറയുന്നത്? സോപ്പാണല്ലേ, സോപ്പ് പതയാണ്. ബക്കറ്റിൽ എടുത്തിരിക്കുന്ന സോപ്പ് പതയാണ് പറയുന്നത്. ചപ്പ് ചവറുകൾക്കോ ഞാൻ കോരിയെടുക്കും. മുറം പറയുന്നുണ്ട്. ചൂലെന്താ പറയുന്നത്? വരാന്തയെല്ലാം ഞാൻ വൃത്തിയാക്കും. അപ്പൊ നമ്മളെ വീട്ടിൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലേ ഇതെല്ലാം. ചൂല്, മുറം, പിന്നെ അതുപോലെ സോപ്പ്, വെള്ളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. വലിയറ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മത്സരം. പ്രിയരെ, നമ്മുടെ വലിയറ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കണം. നന്നായി വൃത്തിയാക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. നമ്മുടെ നാട് വൃത്തിയുള്ള നാടാക്കി മാറ്റാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പ്രസിഡന്റ് വലിയറ ഗ്രാമപഞ്ചായത്ത്. സാധനങ്ങൾ വാങ്ങാം. അപ്പൊ വീട് വൃത്തിയാക്കുന്നതിലേക്കായിട്ടുള്ള സാധനങ്ങൾ അവർ വാങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പ്ലാസ്റ്റിക് സാധനങ്ങൾ വേറെ വെക്കണം, ഹരിത കർമ്മസേനയ്ക്ക് കൊടുക്കാം. അവർ വൃത്തിയാക്കുന്ന സമയത്ത് എന്താണ് പ്ലാസ്റ്റിക്കുകൾ വരുന്നുണ്ട്. അപ്പൊ പ്രിയ പറയണത് പ്ലാസ്റ്റിക് സാധനങ്ങൾ വേറെ വെക്കണം, അത് ഹരിത കർമ്മസേനയ്ക്ക് നമുക്ക് കൊടുക്കാം. വീട് വൃത്തിയാക്കാൻ അവർ വാങ്ങിയ സാധനങ്ങളുടെ വില നോക്കൂ. ലോഷൻ 20 രൂപ, സോപ്പ് 10 രൂപ, മോപ്പ് 60 രൂപ, ചൂല് 30 രൂപ. മിന്നു 2 ലോഷൻ വാങ്ങി. എന്ന് പറയുമ്പോൾ എത്രയായി ആകെ? ഒരു ലോഷൻ 20 രൂപയാണ്. അപ്പോൾ അങ്ങനെയുള്ള 2 എണ്ണം വാങ്ങി. അപ്പോൾ 20 കൂട്ടണം 20 ചെയ്താൽ മതി അല്ലേ? 20 കൂട്ടണം 20 ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? 0ലേക്ക് 0 കൂട്ടിയാൽ 0, 2ലേക്ക് 2 കൂട്ടിയാൽ 4. 40 രൂപയാണ് ആകെ ആയത്. 20ന്റെ ഇരട്ടിയാണല്ലോ 40. ഒരു സംഖ്യയോട് അതേ സംഖ്യ കൂട്ടിയാൽ ഇരട്ടി കിട്ടും. അതായത് 1 കൂട്ടിയാൽ 2 കിട്ടും, അത് 1ന്റെ ഇരട്ടിയാണ്. 2 കൂട്ടിയാൽ 4 കിട്ടും, അത് 2ന്റെ ഇരട്ടിയാണ് 4. 3 കൂട്ടിയാൽ 6 കിട്ടും, അതായത് 3ന്റെ ഇരട്ടിയാണ് 6. അപ്പോൾ ഒരു സംഖ്യയുടെ ഇരട്ടി കാണാൻ ആ സംഖ്യയോട് ആ സംഖ്യ തന്നെ കൂട്ടുക. ആമി 5 സോപ്പ് വാങ്ങി. എത്ര രൂപയായി? അപ്പോൾ ഒരു സോപ്പിന് എത്ര രൂപയാണ്? 10 രൂപയാണല്ലേ. അപ്പോൾ 10 5 തവണ എഴുതണം. 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10. 0ലേക്ക് 0 ഇങ്ങനെ കൂട്ടി വരുമ്പോൾ 0, പിന്നെ 1 കൂട്ടണം 1 1 1, 5 തവണ 1 കൂട്ടുമ്പോൾ 5. ആകെ 50 രൂപയായി. എങ്ങനെ കണക്കാക്കിയെന്ന് പറയൂ. മോപ്പിന്റെ വില എത്രയാണ് മക്കളെ? 60 രൂപയാണ്. 2 ചൂലിന്റെ വില, ഒരു ചൂലിന് 30 രൂപയാണ്. അപ്പൊ 2 ചൂലിന്റെ വില എത്രയാണ്? 30 കൂട്ടണം 30. 30ലേക്ക് 30 കൂട്ടിയാൽ 0ലേക്ക് 0 കൂട്ടിയാൽ 0, 3ലേക്ക് 3 കൂട്ടിയാൽ 6. 60 രൂപയായി. ഗൃഹസന്ദർശനം. ഹരിത കർമ്മസേനയിലെ പ്രിയയും കവിതയും വീടുകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുകയാണ്. 45 മുതൽ 99 വരെ നമ്പറുള്ള വീടുകളിൽ നിന്നും ഇന്ന് ശേഖരിക്കാം. അപ്പോൾ 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57 എന്നീ നമ്പറുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 45 മുതൽ 57 വരെയുള്ള വീടുകളിൽ നമ്മൾ കയറി. അപ്പൊ അവർ കയറിയ വീടുകളുടെ നമ്പറാണ് നമുക്ക് അവിടെ മുകളിൽ തന്നിട്ടുള്ളത് അല്ലേ. ഇനി 58 മുതൽ 99 വരെ ബാക്കിയുണ്ട്. എത്ര വീടുകളിൽ അവർ കയറി? നോക്കൂ, 45 മുതൽ 57 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കിയാൽ പോരെ. 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57 ആകെ 13 വീടുകളിലാണ് അവർ കയറിയത്. എത്ര വീടുകൾ ബാക്കിയുണ്ട്? അതായത് ഇനി കയറാൻ എത്ര വീടുകൾ കൂടെ ഉണ്ട്? അത് 58 മുതൽ 99 വരെ നമുക്ക് എണ്ണിയോ നോക്കിയാൽ പോരെ. നോക്കിക്കേ, 58 മുതൽ 99 വരെ നമ്മോട് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99.
ആകെ 42 വീടുകളിൽ കൂടി ഇനി കയറാനുണ്ട്. വീടുകളിൽ ഒട്ടിക്കാൻ ബാക്കിയുള്ള സ്റ്റിക്കറുകൾ ക്രമമായി വെക്കുകയാണ് കവിത. ഇതിലുള്ള നമ്പറുകൾ നോക്കൂ മക്കളെ. 84, 89, 91, 94, 85, 90, 87, 98, 96, 93, 86, 92, 88, 95, 99, 97. അപ്പോൾ കൂട്ടുകാരെത്തി. ഓരോരുത്തരും എടുത്ത സംഖ്യകൾ അവർ ഉറക്കെ വായിച്ചു. ആദ്യത്തെ ആൾ എടുത്ത സംഖ്യ നോക്കൂ, 84, അതായത് 84. പിന്നെ അടുത്ത ആളെടുത്തത് 93. എങ്ങനെ വായിക്കാം? 93. പിന്നെ 78, 78, 85, 85. പിന്നെ 97. അക്കത്തിൽ എങ്ങനെ എഴുതാം? 9, 7. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതി കൊടുക്കാം. 88, 88. ക്രമത്തിൽ എഴുതൂ. 84 മുതലുള്ള സംഖ്യകൾ ക്രമത്തിൽ എഴുതാനായി പറഞ്ഞിട്ടുണ്ട്. 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. സംഖ്യാ കാർഡുകൾ. റൈഹാനും റിയയ്ക്കും വീട് വൃത്തിയാക്കുമ്പോൾ ഒരു സഞ്ചി കിട്ടി. നിറയെ സംഖ്യാ കാർഡുകളാണല്ലോ. ചുവന്ന കാർഡുകളും നീല കാർഡുകളും ഉണ്ട്. നോക്കൂ, നീല കാർഡുകളിലുള്ള സംഖ്യ നോക്കൂ. 8, 9, 1, 3, 5, 4, 6, 7, 2. ചുവപ്പ് കാർഡുകളിലുള്ള സംഖ്യകൾ നോക്കൂ. 50, 40, 70, 60, 80. ഇനി എന്താ പ്രവർത്തനം? ഒരു ചുവപ്പ് കാർഡിലെ സംഖ്യയും ഒരു നീല കാർഡിലെ സംഖ്യയും കൂട്ടി അവർ സംഖ്യകൾ ഉണ്ടാക്കി. അവ നോക്കൂ. 57, അതായത് ചുവപ്പ് കാർഡിലെ 50ഉം നീല കാർഡിലുള്ള 7ഉം കൂട്ടിയതാണല്ലേ. പിന്നെ 81, ചുവപ്പ് കാർഡിലെ 80ഉം നീല കാർഡിലെ 1ഉം കൂട്ടിയത്. 68, ചുവപ്പ് കാർഡിലെ 60ഉം നീല കാർഡിലെ 8ഉം കൂട്ടിയത്. 79, ചുവപ്പ് കാർഡിലെ 70ഉം നീല കാർഡിലെ 9ഉം കൂട്ടിയത്. 47, ചുവപ്പ് കാർഡിലെ 40ഉം നീല കാർഡിലെ 7ഉം കൂട്ടിയത്. ഇവ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. അതായത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഇതിലുള്ളത്? 47 ആണ്. പിന്നെ 57, പിന്നെ 68, 79, 81. ഇനി നിങ്ങൾ ഇതുപോലെ സംഖ്യകൾ ഉണ്ടാക്കൂ. ഞാൻ എഴുതിയിട്ടുള്ള സംഖ്യ നോക്കൂ. ആദ്യം 40ഉം ചുവപ്പ് കാർഡിലുള്ള 40ഉം നീല കാർഡിലുള്ള 9ഉം കൂട്ടി 49. ഇനി ചുവപ്പ് കാർഡിലെ 60ഉം നീല കാർഡിലെ 2ഉം കൂട്ടി 62. പിന്നെ ചുവപ്പ് കാർഡിലുള്ള 50ഉം നീല കാർഡിലെ 1ഉം കൂട്ടി 51. ചുവപ്പ് കാർഡിലെ 70ഉം നീല കാർഡിലെ 3ഉം കൂട്ടി 73. ചുവപ്പ് കാർഡിലെ 40ഉം നീല കാർഡിലെ 5ഉം കൂട്ടി 45. ഇവയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എഴുതാം? ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യ 73 ആണ്. പിന്നെ 62, 51, 49, 45. ഇതുപോലെ കാർഡുകളിലെ സംഖ്യകൾ കൂട്ടി മറ്റു സംഖ്യകൾ എഴുതും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യകൾ ഇതിൽ എഴുതാം. ഇതിൽ എഴുതാൻ പറ്റുന്ന എല്ലാ സംഖ്യകളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നോക്കൂ, 41 മുതൽ 89 വരെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് ഇതിൽ എഴുതി കൊടുക്കാം കേട്ടോ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. 50 പറ്റില്ല, 51 പറ്റും. കാരണം സംഖ്യാകാർഡിൽ 0 ഇല്ലല്ലോ. 51, പിന്നെ 51, 52, 53, 54, 55, 56, 57, 58, 59, 61, 62, 63, 64, 65, 66, 67, 68, 69, 71, 72, 73, 74, 75, 76, 77, 78, 79, 81, 82, 83, 84, 85, 86, 87, 88, 89 എന്നീ സംഖ്യകൾ നിങ്ങൾക്ക് നിർമ്മിക്കാം. 1കളും 10കളും. ശുചിത്വ ക്ലബ്ബ് അംഗങ്ങൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കി. അവ 10 വീതമുള്ള കെട്ടുകളാക്കിയും അല്ലാതെയും വെച്ചു. ഓരോരുത്തരും വച്ചത് നോക്കൂ, എണ്ണം എഴുതൂ. ശ്രീഷ വെച്ചത് ആദ്യം 4 10കളുണ്ട് അല്ലെ. 10ന്റെ 4 കൂട്ടങ്ങളുണ്ട്. പിന്നെ 1 വീതമുള്ള 5 എണ്ണമുണ്ട്. അതായത് 4 10ഉം 5 1ഉം. 4 10 എന്ന് പറയുമ്പോൾ 40 ആണ്. അതായത് 4 തവണ 10 കൂട്ടുക. 5 1 എന്ന് പറയുമ്പോൾ 5ഉം. അപ്പൊ ആകെ 40 കൂട്ടണം 5 = 45 അനികക്ക് കിട്ടിയത് നോക്കൂ. 10ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7 കൂട്ടങ്ങൾ. അപ്പൊ 7 10, പിന്നെ 3 1കളും. 7 10 എന്ന് പറയുമ്പോൾ 7 തവണ 10 കൂട്ടി നോക്കുക അല്ലേ. 70ഉം
3ഉം. ആകെ 70 കൂട്ടണം 3 73 ഉത്തരം. നന്ദുവിന് കിട്ടിയത് നോക്കൂ. 10ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 1 2 3 4 5 6 കൂട്ടങ്ങൾ. പിന്നെ എത്ര ഒന്നുണ്ട്? 1 2 3 4 5 6 7 ഒന്നും. അപ്പോ 60ഉം 7ഉം 6 10ഉം 7 ഒന്നും 60ഉം 7ഉം. 60ലേക്ക് 7 കൂട്ടിയാൽ 67. അടുത്തത് ആരുഷിന് കിട്ടിയത് നോക്കൂ. എത്ര കൂട്ടങ്ങളുണ്ട് 10ന്റെ? 1 2 3 4 5 6 7 8 9 10ന്റെ കൂട്ടങ്ങളും 1 2 3 4 ഒന്നും. 9 10ഉം 4 ഒന്നും. 9 10 എന്ന് പറയുമ്പോൾ 90, 4 1 എന്ന് പറയുമ്പോൾ 4. 90ഉം 4ഉം ചേർന്നാൽ 94. എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതൂ. അപ്പൊ ഇതിൽ ചെറിയ സംഖ്യ കിട്ടിയത് ആർക്കാണ് മക്കളെ? ശ്രീഷയ്ക്കാണ്, 45 പിന്നെ നന്ദുവിന്, അതായത് 67. പിന്നെ അനികയ്ക്ക് എത്രയുണ്ട്? 73. അവസാനം ആരുഷിന് 94. ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി എഴുതുന്നത്. ഒന്നിച്ചു വെച്ചപ്പോൾ അദ്വിതയും നന്ദുവും ഉണ്ടാക്കിയ പേപ്പർ സ്ട്രോകൾ നോക്കൂ. രണ്ടുപേരും എത്ര വീതമുണ്ട്? അദ്വിത എത്ര ഉണ്ടാക്കി? 10ന്റെ 2 കൂട്ടവും 3 ഒന്നുകളും. 2 10ഉം 3 ഒന്നും 23. നന്ദു എത്ര പേപ്പർ സ്ട്രോ ഉണ്ടാക്കി? 10ന്റെ 5 കൂട്ടങ്ങളും 1ന്റെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണവും. അപ്പോൾ ആകെ 67. ആകെ എത്ര സ്ട്രോ ഉണ്ടാക്കി? അതായത് രണ്ടും കൂടെ കൂട്ടി നോക്കണം. അദ്വിത ഉണ്ടാക്കിയ 23ഉം നന്ദു ഉണ്ടാക്കിയ 67ഉം കൂടെ കൂട്ടി നോക്കുക. ഈ രണ്ട് സംഖ്യകൾ എങ്ങനെ കൂട്ടാം മക്കളെ? നമുക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് 2 10കൾ ഒരുമിച്ച് കൂട്ടാം. അതായത് 2 10ഉം 6 10ഉം. 2 10ഉം 6 10ഉം ചേർന്നാൽ ആകെ 8 10 അല്ലേ? 80. പിന്നെ നമുക്ക് ഒന്നുകൾ മാത്രം കൂട്ടാം. അതായത് 3 1ഉം 7 1ഉം. അപ്പോൾ ആകെ 10. അപ്പൊ 80ഉം ഈ 10ഉം. 80 കൂട്ടണം 10 ആകെ 90 ബാഡ്ജ് ഉണ്ടാക്കാം. ശുചിത്വ ക്ലബ് അംഗങ്ങൾക്കായി ബാഡ്ജ് ഉണ്ടാക്കി. അവയ്ക്ക് നിറം കൊടുത്ത് ഭംഗിയാക്കൂ. മക്കൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാട്ടോ. ബാഡ്ജിലെ സംഖ്യകൾ ക്രമമായി വരച്ച് യോജിപ്പിക്കൂ. 50 മുതലുള്ള സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ബാഡ്ജ് 50ൽ നിന്ന് ആദ്യം 55ലേക്ക്, പിന്നെ 60ലേക്ക്, 65, 70, 75, 80, 85, 90, 95. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിലാണല്ലേ ഇത് വരച്ചിട്ടുള്ളത്. അടുത്തത് നോക്കൂ. 78ൽ നിന്ന് 76ലേക്ക് വരച്ചിട്ടുണ്ട്. അതായത് 78നേക്കാൾ ചെറുതാണ് 76. അപ്പൊ ഇത് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാ വരയ്ക്കാം മക്കളെ? 78ൽ നിന്ന് 76ലേക്ക്, പിന്നെ 74, 72, 70, 68, 66, 64, 62, 60, 58, 56 എന്നീ ക്രമത്തിൽ വരയ്ക്കാം. സാവനും കൂട്ടുകാരും ബാഡ്ജുകൾ അടുക്കി വെക്കുകയാണ്. 50 എണ്ണം എടുത്തു വെച്ചു. ബാക്കിയുള്ളവ കൂടി ചേർത്ത് എണ്ണി വെക്കുകയാണ്. 50ഉം 1ഉം 51, 51ഉം 1ഉം 52. നിവേദ് ഇങ്ങനെയാണ് എഴുതിയത്. എങ്ങനെ? 50 കൂട്ടണം 1 സമം 51, 51 കൂട്ടണം 1 സമം 52, 52 കൂട്ടണം 1 സമം 53, 53 കൂട്ടണം 1 സമം 54, 54 കൂട്ടണം 1 സമം 55, 55 കൂട്ടണം 1 സമം 56, 56 കൂട്ടണം 1 സമം 57, 57 കൂട്ടണം 1 സമം 58. സഫ എഴുതിയത് മറ്റൊരു രീതിയിലാണ്. അതെങ്ങനെയാണ്? 50 കൂട്ടണം 1 സമം 51, 50 കൂട്ടണം 2 സമം 52, 50 കൂട്ടണം 3 സമം 53, 50 കൂട്ടണം 4 സമം 54. അടുത്തത് എന്ത് വരും? 50 കൂട്ടണം 5 സമം 55, 50 കൂട്ടണം 6 സമം 56, 50 കൂട്ടണം 7 സമം 57, 50 കൂട്ടണം 8 സമം 58. അങ്ങനെ ഓരോ സംഖ്യകൾ, ഒരു സംഖ്യയിലേക്ക് ഓരോ സംഖ്യകൾ കൂടി കൂടി വരുന്നു അല്ലേ? 60 ബാഡ്ജുകളാണ് അടുക്കി വെച്ചത്. 60നെ പല വിധത്തിലാണ് ഓരോരുത്തരും പറഞ്ഞത്. നോക്കൂ, ആദ്യത്തെ കുട്ടി പറഞ്ഞു നോക്കൂ. 50 കൂട്ടണം 5 കൂട്ടണം 5. 50ലേക്ക് ആദ്യം 5 കൂട്ടി, അപ്പൊ 55. അതിലേക്ക് ഒരു 5 കൂടെ കൂട്ടി, അപ്പോൾ 60. 50 കൂട്ടണം 10. 50ലേക്ക് 10 കൂട്ടിയാൽ 60 അല്ലേ? 6 10കൾ, അതായത് 10 6 തവണ കൂട്ടുന്നു, അപ്പോൾ 60. 59ഉം 1ഉം ചേർന്നത്. 59ലേക്ക് 1 കൂട്ടിയാൽ 60. 70ൽ നിന്ന് 10 കുറഞ്ഞത്. 70 കുറയ്ക്കണം 10 സമം 60. അപ്പൊ 60നെ പല രീതിയിൽ പറയാവുന്നതാണ്, അല്ലെങ്കിൽ 60നെ പല രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. എഴുതി നോക്കൂ. 60നെ പല രീതിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
മൂന്നെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആദ്യത്തേത് 59നും 61നും ഇടയിൽ, അത് 60 അല്ലേ. പിന്നെ 59 കൂട്ടണം 1, 50നേക്കാൾ 10 കൂടുതൽ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 50 കൂട്ടണം 10, 6 10കൾ ചേർന്നത്, 5 10കളും 6 1കളും ചേർന്നത്, 65ൽ നിന്ന് 5 കുറച്ചത്, 70നേക്കാൾ 10 കുറവ്, 50 കൂട്ടണം 10, 52 കൂട്ടണം 8, 60 1കൾ ചേർന്നത്. പിന്നെയോ 30ന്റെ ഇരട്ടി. 30ന്റെ ഇരട്ടി പറയുമ്പോൾ 30ലേക്ക് 30 തന്നെ കൂട്ടുക അല്ലേ. 30 കൂട്ടണം 30. ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ശുചിത്വ വീട് മത്സരത്തിൽ കൂടുതൽ മാർക്ക് കിട്ടിയ 5 വീടുകളുടെ പട്ടിക നോക്കൂ. ആദ്യത്തെ 5 സ്ഥാനങ്ങൾ കണ്ടുപിടിച്ച് പട്ടികയിൽ എഴുതൂ. ആദ്യം വീട്ടുപേര് നമുക്ക് നോക്കാം. നീലാംബരി 89 മാർക്കാണ് കിട്ടിയത്. ശ്രീപഥം 68 മാർക്ക്, തണൽ 99 മാർക്ക്, അതിഥി 90 മാർക്ക്, മേഘാമൃതം 71 മാർക്ക്. ഇനി ഇതിനെ 1 2 3 4 5 സ്ഥാനങ്ങളിലുള്ള വീട്ടുപേരുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ വീടുകളാണെന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. അതായത് കൂടുതൽ പോയിന്റ് കിട്ടിയ ആളുകളാണല്ലേ 1ാം സ്ഥാനത്ത് വരിക. അപ്പൊ ഇതിലെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക എന്നാണ് അർത്ഥം. കൂടുതൽ പോയിന്റ് കിട്ടിയത് ആർക്കാണ് ഇതില്? തണലാണ് 1ാം സ്ഥാനത്ത് വരുന്നത്. തണൽ 99 മാർക്കാണ്. പിന്നെ അതിഥി 90 മാർക്കാണ്. പിന്നെ നീലാംബരി 89 മാർക്ക്, മേഘാമൃതം 71 മാർക്ക്, ശ്രീപഥം 68 മാർക്ക്. 1ാം സ്ഥാനത്തിന് കിട്ടിയ മാർക്ക് എത്രയാണ്? 99 ഇത് 2ാം സ്ഥാനത്തിനേക്കാൾ എത്ര കൂടുതലാണ്? 2ാം സ്ഥാനത്തിന് കിട്ടിയ മാർക്ക് 90 അല്ലേ. അപ്പൊ 90നേക്കാളും എത്ര കൂടുതലാണ് 99? 9 കൂടുതലാണ്. പിന്നെ 1ഉം 3ഉം സ്ഥാനങ്ങൾ തമ്മിൽ എത്ര മാർക്ക് വ്യത്യാസമുണ്ട്? 1ാം സ്ഥാനത്തിന് കിട്ടിയത് 99, 3ാം സ്ഥാനത്തുള്ള സംഖ്യ 89 അപ്പോൾ വ്യത്യാസം കാണാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ മതി കേട്ടോ. അതായത് ഇവിടെ 99 വലുത്, 89 ചെറുത്. അപ്പോൾ 99ൽ നിന്ന് 89 കുറയ്ക്കുക. 99 കുറയ്ക്കണം 89 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9ൽ നിന്ന് 9 കുറച്ചാൽ 0, 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 10 ഇവ തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇവിടെ 3 കുട്ടികൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആകെ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അപ്പൊ നമുക്കറിയാം മക്കളെ, രണ്ടക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ 10 അല്ലേ. 1 മുതൽ ഇങ്ങനെ 1 2 3 4 5 എല്ലാം ഒരക്ക സംഖ്യയാണ്. 9 കഴിഞ്ഞ് വരുന്ന സംഖ്യയായ 10 ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോ 99 അല്ലേ. 99 കഴിഞ്ഞാൽ പിന്നെ 100 100 മൂന്നക്ക സംഖ്യയായി മാറിയല്ലേ. അപ്പോൾ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 99 അപ്പോൾ ഈ 99ൽ നിന്ന് 10 കുറച്ചാൽ നമുക്ക് ആകെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ടെന്ന് കിട്ടില്ലേ? 99 കുറയ്ക്കണം 10 ചെയ്യുക. അപ്പോൾ നമുക്ക് 89 കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ 10 കൂടെ കൂട്ടുന്നുണ്ട്. 10ന് ശേഷമുള്ള സംഖ്യകളാവുമ്പോഴേ നമുക്ക് 99ൽ നിന്ന് 10 കുറച്ചാൽ കിട്ടുകയുള്ളൂ. അപ്പോൾ പ്ലസ് 1 കൂടെ കൂട്ടണം, 1 കൂടെ ചെയ്യുക. അപ്പോൾ ആകെ 90 രണ്ടക്ക സംഖ്യകളുണ്ട്. ശുചിത്വ വീട് മത്സരത്തിൽ അമയയുടെ വീടിനാണ് 1ാം സ്ഥാനം കിട്ടിയത്. 99 മാർക്കാണ് കിട്ടിയത്. എല്ലാവരും സന്തോഷിച്ചു. 1 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ, 1 മാർക്ക് കൂടി കിട്ടിയാൽ എത്ര മാർക്കാകും? 99ലേക്ക് 1 കൂടെ കൂട്ടിയാൽ 100 ആവും. 100 എന്നെങ്ങനെ എഴുതുക? 1 ഇട്ടിട്ട് 2 0 കൂടെ ഇട്ട് കൊടുക്കുക. 9 10ഉം 9 1ഉം ചേർന്നാൽ 99. 1 കൂടി ചേർന്നാൽ 99ഉം 1ഉം ചേർന്നാൽ 100. 10 കൂട്ടണം 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 10. 10 10കൾ തമ്മിൽ കൂട്ടിയാൽ 100. 100നെയും നമുക്ക് പല രീതിയിൽ എഴുതാം. എങ്ങനെയൊക്കെ എഴുതാം? കുറച്ച് എണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയാണ് 100. 95ലേക്ക് 5 കൂട്ടിയാൽ 100 ആയി. 50 കൂട്ടണം 50, 50ന്റെ ഇരട്ടിയൊന്നും പറയാം അല്ലേ. 50 കൂട്ടണം 50 100. 99ലേക്ക് 1 കൂട്ടിയാൽ 100 ആയി. പിന്നെ ഏതോ ഒരു സംഖ്യയിലേക്ക് 10 കൂട്ടിയാൽ 100 ആവും. അതേതാ സംഖ്യ? 90. 90ലേക്ക് 10 കൂട്ടിയാലാണ് 100 ആവുക. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 50ന്റെ ഇരട്ടി എന്ന് എഴുതാം അല്ലേ. 5 10 50, 7 10 70, 9 10 90, 6 10 60,
8 10 80 10 10 100. 100-നപ്പുറത്തേക്ക് 100 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചു അല്ലേ? ഇനി 100-ന് ശേഷം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. 100-നോട് 1 ചോദിക്കുന്ന നോക്കൂ. ഞാൻ നിന്നോടൊപ്പം നിന്നോട്ടെ. നിന്നോളൂ. നീ വരുമ്പോൾ ഞാൻ പോകേണ്ടി വരുമല്ലോ എന്ന് 0 പറയുന്നു അല്ലേ? അതായത് 100-ലേക്ക് 1 കൂട്ടിയാൽ 101 ആവും. അപ്പൊ ഇപ്പോ അവസാനത്തുള്ള 0-ന് പകരം എന്താ വരും? അവിടെ 1 വരും. നോക്കു മക്കളെ, നമ്മളാ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ. 100 അതിലേക്ക് 1 കൂട്ടുന്നു, അപ്പൊ 0-ന്റെ സ്ഥാനത്ത് 1 വരുന്നു. 101 എന്നായി അല്ലേ? 101 ആയി. 100ഉം 1ഉം 101. 100 കഴിഞ്ഞു വരുന്ന അടുത്ത സംഖ്യയാണ് 101. എങ്കിൽ 100ഉം 4ഉം ചേർന്നാൽ നോക്കിക്കേ, 100 4. 100-ലേക്ക് 4 കൂട്ടിയാൽ അവസാനമുള്ള 0-ന്റെ സ്ഥാനത്ത് 4 വരുന്നു. 104 ആയി. അങ്ങനെയെങ്കിൽ 100ഉം 5ഉം ചേർന്നാൽ 105. 100ഉം 9ഉം ചേർന്നാൽ 109. ഇങ്ങനെ വരും. ടേബിൾ ഒന്ന് പൂർത്തീകരിച്ച് നോക്കൂ. 100 കൂട്ടണം 1 സമം 101. 101 കൂട്ടണം 1 സമം 102. 102-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 103. 103-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 104. 104-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 105. 105-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 106. 106-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 107. 107-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 108. 108-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 109. 109-ലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 110. അപ്പൊ 100-ലുണ്ടായിരുന്ന 2 പൂജ്യങ്ങളും പോവും അല്ലേ? അക്കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം. 100 കൂട്ടണം 1 സമം 101. 100 കൂട്ടണം 2 സമം 102. 100 കൂട്ടണം 3 സമം 103. 100 കൂട്ടണം 4 സമം 104. 100 കൂട്ടണം 5 സമം 105. 100 കൂട്ടണം 6 സമം 106. 100 കൂട്ടണം 7 സമം 107. 100 കൂട്ടണം 8 സമം 108. 100 കൂട്ടണം 9 സമം 109. 100 കൂട്ടണം 10 സമം 110. 109-നോട് 1 ചേർന്നാൽ എത്രയാകും? നമ്മൾ കണ്ടു 110 ആണ് അല്ലേ? 110 എഴുതിയിരിക്കുന്നത് നോക്കൂ. 100-ലേക്ക് 10 കൂട്ടിയാൽ 110. 109 കൂട്ടണം 1 110. 100ഉം 20ഉം ചേർന്നാൽ 120. 100ഉം 30ഉം ചേർന്നാൽ 130. 109-നോട് 1 ചേർന്നാലും 100-നോട് 10 ചേർന്നാലും 110 തന്നെയാണ്. 100-നേക്കാൾ 40 കൂടിയ സംഖ്യ 140. അപ്പൊ 100-നേക്കാളിലും എത്ര സംഖ്യകൾ വലുത് കൂടിയാലും നമുക്ക് അതിലേക്ക് എഴുതി കൊടുക്കാൻ കഴിയുമല്ലോ മക്കളെ. 100 കൂട്ടണം 80 സമം 180 ആണ്. അതായത് 100-നേക്ക് 80 കൂടിയാൽ 180. 11 10കളാണ് 110 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. 11 10കൾ, 11 തവണ 10 കൂട്ടുക. 10 10കൾ ചേർന്നാൽ 100 ആണ്. 11 10കൾ ചേർന്നാൽ 110. സംഖ്യകൾ എഴുതാം. മോളെ, സ്റ്റിക്കറിൽ നമ്പർ എഴുതാമോ? ചില സംഖ്യകൾ എഴുതിയിട്ടില്ല, അവ എഴുതി ചേർക്കാം. 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 145 143 144 145 146 147 148 149 150. നിറമുള്ള കളത്തിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കൂ, നിറമുള്ള കളത്തിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? 105 115 125 135 145. ഈ സംഖ്യകളെല്ലാം 10 വീതം കൂടി വരുന്നതാണല്ലേ? അതായത് 105-ലേക്ക് 10 കൂട്ടിയാൽ 115, 115-ലേക്ക് 10 കൂട്ടിയാൽ 125, 125-ലേക്ക് 10 കൂട്ടിയാൽ 135, 135-ലേക്ക് 10 കൂട്ടിയാൽ 145. 5 വീതം കൂടി വരുന്ന 5 സംഖ്യകൾക്ക് മഞ്ഞ നിറം കൊടുക്കൂ. അപ്പോൾ അത് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. 101 മുതലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ 101, 102, 103, 104, 105-ന് ഒരു മഞ്ഞ നിറം കൊടുക്കാം. 106, 107, 108, 109, 110-ന് മഞ്ഞ നിറം. പിന്നെ 111, 112, 113, 114, 115-ന് മഞ്ഞ നിറം. അങ്ങനെ ആവാം. ഇനി 102 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം മക്കളെ?
102 ഞാൻ കളർ കൊടുത്തു. പിന്നെ 103, 104, 105, 106, 107 അടുത്തത്. 108, 109, 110, 111, 112 അടുത്തത്. 113, 114, 115, 116, 117 അടുത്തത്. 118, 119, 120, 121, 122 അടുത്തത്. ഇങ്ങനെ ഏതിലാണോ നിങ്ങൾ തുടങ്ങുന്നത് അതിനനുസരിച്ച് നിറം കൊടുക്കുന്ന സംഖ്യകളും മാറും. 150 ശേഷമുള്ള സംഖ്യകളിൽ വിട്ടുപോയവ എഴുതി ചേർക്കൂ. 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162, 163, 164, 165, 166, 167, 168, 169, 170, 171, 172, 173, 174, 175, 176, 167, 178, 179, 180, 181, 182, 183, 184, 185, 186, 187, 188, 189, 190, 191, 192, 193, 194, 195, 196, 197, 198, 199, 200. 200 എങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ മക്കളെ? 2, 0, 0. 199ഉം 1ഉം ചേർന്നാൽ എത്രയായി? 200 ആയി. അതായത് 199ലേക്ക് 1 കൂടെ കൂട്ടിയാൽ 200. 100ഉം 100ഉം കൂട്ടിയാലും 200 ആണ്. 190ഉം 10ഉം കൂട്ടിയാലോ? 190ഉം 10ഉം കൂട്ടിയാലും 200 തന്നെയാണ്. അമ്മേ ഇതൊന്ന് പറഞ്ഞു തന്നേ പ്ലീസ്. 190 എന്നാൽ 100ഉം 90ഉമാണ്. 190നോട് 10 കൂട്ടുമ്പോൾ 100ഉം 90ഉം 10ഉം. അതായത് 100 കൂട്ടണം 90 കൂട്ടണം 10. 100ഉം 100ഉം 200. 100 കൂട്ടണം 100 സമം 200. 190 ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? 100 100ലേക്ക് 90 കൂട്ടുക. അതിലേക്ക് ഒരു 10 കൂടെ കൂട്ടിയാൽ എന്തായി? 200 ആയി. അത് തന്നെയാണ് 100 കൂട്ടണം 100 സമം 200 എന്ന് വരുന്നത്. ക്രമത്തിൽ എഴുതാം. അശ്വിനി നമ്പറുകൾ ക്രമമായി എഴുതി. മറ്റുള്ളവ കണ്ടുപിടിച്ച് ഇതേ ക്രമത്തിൽ എഴുതൂ. 110, 120, 130, 140. ഇവിടെ 10 വീതമാണ് കൂട്ടി പോകുന്നത് അല്ലേ? അതായത് 110ലേക്ക് 10 കൂട്ടിയപ്പോൾ 120, പിന്നെ 120ലേക്ക് 10 കൂട്ടിയപ്പോൾ 130, 130ലേക്ക് 10 കൂട്ടിയപ്പോൾ 140. ഇനി അടുത്ത സംഖ്യ കിട്ടാൻ 140ലേക്ക് 10 കൂട്ടുക, 150, 150ലേക്ക് 10 കൂട്ടിയാൽ 160, 160ലേക്ക് 10 കൂട്ടിയാൽ 170, 170ലേക്ക് 10 കൂട്ടിയാൽ 180, 180ലേക്ക് 10 കൂട്ടിയാൽ 190, 190ലേക്ക് 10 കൂട്ടിയാൽ 200. 100 കൂട്ടണം 10 സമം 110 ആണ്. 110 കൂട്ടണം 10 സമം 120 ആണ്. 120 കൂട്ടണം 10 സമം 130 ആണ്. ഈ ക്രമത്തിലാണ് നമ്മൾ എഴുതി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ മറ്റൊരു തരത്തിൽ പറയാം. എങ്ങനെയാണ്? 100 കൂട്ടണം 10 110 ആണ്. 100 കൂട്ടണം 20 120 ആണ്. 100 കൂട്ടണം 30 130 ആണ്. 100 കൂട്ടണം 40 140 ആണ്. 100 കൂട്ടണം 50 150 ആണ്. 100 കൂട്ടണം 60 160 ആണ്. അങ്ങനെയെങ്കിൽ 100 കൂട്ടണം 70 170 ആണ്. 100 കൂട്ടണം 80 180 ആണ്. 100 കൂട്ടണം 90 190 ആണ്. 100 കൂട്ടണം 100 200 ആണ്. ഗണിത ക്വിസ്. ഗണിത ക്ലബിന്റെ ബോർഡിൽ ചോദ്യങ്ങൾ എഴുതിയത് നിമിഷയും കൂട്ടുകാരും വായിച്ചു. ഉത്തരം എഴുതൂ. നോക്കൂ, ചോദ്യങ്ങൾ. 1-ാം ദിവസം 60 മുതൽ 75 വരെ എത്ര സംഖ്യകളുണ്ട്? നോക്കിക്കേ മക്കളെ, 60 മുതലുള്ള 75 വരെയുള്ള സംഖ്യകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 60 മുതൽ 70 വരെ 11 സംഖ്യകളുണ്ട്. പിന്നെ 70 ശേഷം 71 മുതൽ 75 വരെ 5 സംഖ്യകളുണ്ട്. അങ്ങനെ ആകെ എത്രയുണ്ട്? 16 സംഖ്യകളുണ്ട്. പിന്നെ ചോദ്യം 2, 100നോട് എത്ര 10കൾ കൂട്ടിയാൽ 130 ആകും? ഇപ്പൊ 100 കൂട്ടണം എത്ര 10കൾ കൂട്ടിയാലാണ് 130 ആവുക? 30 കൂട്ടണം അല്ലേ? അതായത് 100 കൂട്ടണം 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 30ൽ എത്ര 10കളുണ്ട്? 3 10കളാണ്. അപ്പോൾ 100 കൂട്ടണം 30, അതായത് 100ലേക്ക് 3 10കൾ കൂട്ടുക. അടുത്ത ചോദ്യം, 7 10കളും 5 1കളും കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? 7 10കൾ എന്ന് പറയുമ്പോൾ 70 ആണ്. 70 കൂട്ടണം 5 75 ആണ്. അടുത്ത 2 സംഖ്യകൾ എഴുതൂ. 106 116 126. ഇവിടെ 10 വീതമാണ് കൂടി പോകുന്നത്. അപ്പോൾ അടുത്ത സംഖ്യകൾ 136 146. 1 മുതൽ 200 വരെയുള്ള സംഖ്യകളിൽ 0ത്തിൽ അവസാനിക്കുന്ന എത്ര സംഖ്യകളുണ്ട്? എളുപ്പമല്ലേ മക്കളെ? 1 മുതൽ 200 വരെയാണ്. അതായത് 1 മുതൽ 10 വരെ ഉള്ളതിൽ 0ത്തിൽ അവസാനിക്കുന്ന 10 മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഉള്ളത് 20 30 40 50 60 70 80 90 100.
പിന്നെ 110, 120, 130, 140, 150, 160, 170, 180, 190, 200. ആകെ 20 സംഖ്യകൾ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ഈ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്